ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും ഇവിടെ കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നുണ്ട്. രാത്രി 10 മണിയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നേരെ അടുക്കളയിലേക്ക് പോവാം. മൈ കിച്ചൺ മൈ റൂൾസ്. നാളെ രാവിലെ കുറച്ചധികം നേരത്തെ എണീറ്റിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അല്ലറ ചില്ലറ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണേ. എനിക്കിതൊരു മിനി ട്രിപ്പ് പോലെ ആവുന്നുണ്ട്. ഞാൻ കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. മാതള നാരങ്ങ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പഴമുണ്ട്. രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പാക്ക് ചെയ്ത് പോയാൽ മാത്രം മതിയല്ലോ. ദേ ഈ ഒരു ബാഗിലാണ് കേട്ടോ ഞാൻ സ്നാക്സൊക്കെ കൊണ്ടുപോകണത്. ക്യൂട്ടായിട്ടില്ലേ ബാഗ് കാണാൻ? എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ഫ്ലാസ്കും എടുക്കുന്നുണ്ട്. ചൂടുവെള്ളം വേണമെങ്കിൽ കൊണ്ടുപോകാനായിട്ടാണ്. അങ്ങനെ വേണ്ട ഒരുവിധം എല്ലാം ഒതുക്കി വെച്ചു. ഇനി പോയിട്ടൊന്ന് കിടന്നുറങ്ങണം. കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് 4 മണിയായ പോലെ ആയിരുന്നു. ഉറങ്ങിയോന്ന് പോലും എനിക്ക് സംശയമായിരുന്നു കേട്ടോ. എനിക്ക് രാവിലെ നേരത്തെ എണീക്കാനൊക്കെ നല്ല മടിയാണ്. ബ്രെഡും ജാമും കൂടെ ഇനി പാക്ക് ചെയ്യാനുണ്ട്. ഒപ്പം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും എടുത്ത് വെക്കാനുണ്ട്. എനിക്കിങ്ങനെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ഡേയ്സൊക്കെ ഓർമ്മ വരും. അപ്പോൾ എന്തായാലും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ചടപടയെന്ന് റെഡി ആയിട്ട് ഇറങ്ങാം. ലിഫ്റ്റ് ഓപ്പൺ ആവാൻ കുറച്ചധികം സ്ലോ ആയപ്പോൾ ഞാൻ പെട്ടുപോയി എന്ന് വിചാരിച്ചു ആദ്യം. പിന്നെ എന്തോ ഭയത്തിന് രക്ഷപ്പെട്ടു. ഏകദേശം 4:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കുറച്ചധികം ദൂരം തന്നെ പോകാനുണ്ട്. രാവിലെ ഈ സമയം ആയതുകൊണ്ട് ട്രാഫിക് ഒന്നും അധികം ഇല്ലാതെ സുഖമായിട്ട് പോകാൻ പറ്റും. ഓൺ ദ വേ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് പുള്ളിക്കാരത്തിനെ കൂട്ടിയിട്ട് വേണം പോകാനായിട്ട്. നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ പോണ വഴിയിലൊക്കെ. അങ്ങനെ 72 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം ഞങ്ങൾ ദേവനഹള്ളി എത്തിയിട്ടുണ്ട്. ഇത് നന്ദി ഹിൽസിൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ. രാവിലെ എണീറ്റ് വന്നതിൽ എന്തായാലും എനിക്ക് നല്ല കാര്യമായി. നല്ല അടിപൊളി ഭംഗിയായിരുന്നു സ്കൈ കാണാനായിട്ട്. അപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ബംഗളൂരു മൗണ്ടൻ ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ്. ഞാനല്ല കേട്ടോ, ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടും. അവർ റെഡി ആവുന്ന നേരം കൊണ്ട് ഞാൻ അവിടെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയായിരുന്നു. മഞ്ഞും മലകളും ഒക്കെ ആയിട്ട് കാണാൻ ശരിക്കും നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇത് റൂറൽ ഏരിയ ആയതുകൊണ്ട് കാം ആൻഡ് പീസ്ഫുൾ ആണ് കേട്ടോ. അങ്ങനെ ദേ അവർ റെഡി ആയിട്ടുണ്ട്. ഇനി പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഞാനിവിടെ കൊല്ലാത്തി നടക്കാനും കാഴ്ചകൾ കണ്ട് വൈബ് ചെയ്യാനും പിന്നെ ചെറിയൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാനും വന്നതാണ്. അവിടെ എത്തിയതും ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. എനിക്ക് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര വെപ്രാളമായിരിക്കും. ഞാൻ ആ സമയത്ത് അപ്പോൾ എൻജോയ് ചെയ്തത് സ്കൈ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. സ്കൈ, സൺറൈസ്, സൺസെറ്റൊക്കെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്ന ആളാണ്. സമയം ഏകദേശം 7 മണി ആവാറായി. മഞ്ഞ് കൂടി വന്നപ്പോൾ ഞാൻ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചു. ഇന്ന് ഇവിടെ 21 കിലോമീറ്റേഴ്സും 10 കിലോമീറ്റേഴ്സിൻ്റെയും ട്രയൽ റൺ ആണ് നടക്കാൻ പോകുന്നത്. ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടും 10 കിലോമീറ്റേഴ്സാണ് ഓടാൻ പോകുന്നത്. 7 മണിക്ക് തുടങ്ങേണ്ട പരിപാടി ഇതുവരെയും തുടങ്ങിയിട്ടില്ല. എല്ലാവരും വാമപ്പ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5-10 മിനിറ്റിൽ 21 കിലോമീറ്റേഴ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. കിലോമീറ്റേഴ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 15 മിനിറ്റിൽ തന്നെ 10 കിലോമീറ്റേഴ്സിനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടേഴ്സും ആംബുലൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് 10 കിലോമീറ്റേഴ്സിനെയും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏട്ടൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ തന്നെ വന്ന് നിന്നു. ഓടാനായിട്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ തന്നെ ക്രൗഡ് കുറഞ്ഞു കിട്ടി. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇനി കുറച്ച് നേരമൊക്കെ ഒറ്റയ്ക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വൈബ് ചെയ്യാമല്ലോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് 13 ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ മഞ്ഞുണ്ടെങ്കിലും ഒപ്പം വെയിലും കൂടി ഉള്ളതുകൊണ്ട് നല്ല സുഖമുള്ള തണുപ്പായിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് നന്ദി ഹിൽസ്. രാവിലെ എണീറ്റ് വന്നാൽ അവിടുത്തെ സൺറൈസ് കാണാൻ നല്ല കിടിലായിരിക്കും. ഞാൻ 4-5 വർഷം മുന്നെയാണ് നന്ദി ഹിൽസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി എപ്പോഴെങ്കിലും ഒരിക്കൽ പോകണമെന്നുണ്ട്. രാവിലെ എണീക്കാനുള്ള മടി മാത്രം ഒന്ന് മാറ്റി കിട്ടിയാൽ മതി. നന്ദി ഹിൽസിൽ പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ. ഏർലി മോർണിംഗ് പോവുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയ ശേഷം തിരിച്ച് കാർ പാർക്കിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവർ ഓടി വരുമ്പോഴത്തേക്ക് എങ്ങനെ ഒരു 1 അവർ കഴിയുമല്ലോ. ഇന്ന് ഞാൻ വന്നത് എന്തായാലും നന്നായി, ഇല്ലെങ്കിൽ വല്ല നഷ്ടമായി പോയേനെ.
കാർ പാർക്കിങ്ങിലേക്ക് പോണ വഴിയിൽ ഞാൻ കിലുക്കാമ്പെട്ടിയുടെ ചെടി കണ്ടു കേട്ടോ. ഞാനിതിന് കിലുക്കാമ്പെട്ടി എന്നാ പറയാ. ഇത് കുലുക്കി കഴിഞ്ഞൊരു സൗണ്ട് ഉണ്ടാവും. പണ്ട് ട്യൂഷൻ ക്ലാസ്സിലേക്കൊക്കെ പോകുന്ന വഴിയിൽ നിന്ന് ഞാൻ ഇതൊക്കെ പറിക്കാറുണ്ടായിരുന്നു. തിരിച്ച് കാർ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. എൻ്റെ കയ്യിൽ ഒരു ലോഡ് സാധനങ്ങളുണ്ട്, അതെല്ലാം തിരിച്ചിറക്കി വെക്കണം. പിന്നെ അവർ ഓടിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ഒരു 1.5 മണിക്കൂർ എടുക്കും. അത്രയും സമയം ഞാൻ എന്തായാലും പോസ്റ്റാണ്. അപ്പോൾ കാറിൽ കുറച്ച് നേരം ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഞാൻ കാറ് കണ്ടുപിടിക്കുന്നത് ഒരു ടാസ്ക് ആയിരിക്കും. എവിടെ വെച്ചെന്നുള്ളത് ഓർമ്മയില്ലല്ലോ. കറക്റ്റ് സ്ഥലത്തേക്കാണ് പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അധികം വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ മാത്രമല്ലേ ഉള്ളൂ, തപ്പി കണ്ടുപിടിക്കണം. എന്നെപ്പോലെ വേറെ ഏതൊരു അമ്മച്ചിയും കൂടെ കാറ് തപ്പി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കാറ് കണ്ടുപിടിച്ചു. അത്ര ഡ്രൈ ആയിട്ടില്ലാത്തതുകൊണ്ട് ഈ കിലുക്കാമ്പെട്ടിക്ക് അധികം സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 8 മണി ആയപ്പോഴത്തേക്കും ഒരു സ്ലൈസ് ബ്രെഡ് ഞാൻ കഴിച്ചു. പിന്നെ കുറച്ച് പോമഗ്രാനറ്റും കഴിച്ചു. ആ വെയിലത്ത് പോമഗ്രാനറ്റ് നല്ല റെഡ് ആയിട്ട് സൂപ്പറായിട്ടുണ്ടല്ലേ കാണാൻ. മുഖത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയിലടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ണടയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ 2-3 തൊപ്പിയും ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. തൊപ്പിയുടെ ആവശ്യമുണ്ടോ? കാറിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് പേര് പട്ടിക്കുട്ടന്മാർക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ കൂടെയും കുറേ ആൾക്കാർ ഓടുന്നുണ്ടായിരുന്നു. കൊട്ടും പാട്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പരിപാടി തുടങ്ങിയോടത്തേക്ക് എന്നെ പോവാന്ന്. അവിടെ ചെന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. 21 കിലോമീറ്റേഴ്സും 10 കിലോമീറ്റേഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ മെഡലൊക്കെ വാങ്ങാൻ തുടങ്ങി. 1 മണിക്കൂറൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എത്താറായോ എന്ന് അറിയാനായിട്ട് ഞാൻ ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ കാല് ചെറുതായിട്ട് ഉളുക്കി, അതുകൊണ്ട് സ്ലോ ഡൗൺ ആയി എന്ന് പറഞ്ഞു. പിന്നെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കംപ്ലീറ്റ് ചെയ്തു ഏട്ടൻ. ഏട്ടൻ്റെ ഫ്രണ്ട് ഒരു 10 മിനിറ്റ് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും അവിടെയുള്ള പിള്ളേർ ഈ മെഡലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ, നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരാനായിട്ട്. അതും അവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് തരും. അവിടെ ഫ്രീ ആയിട്ട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഉപ്മാവും ഇഡ്ഡലിയും ചട്നിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ കഴിച്ചില്ല കേട്ടോ, ഞാൻ ടേസ്റ്റ് ചെയ്തു, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ നമ്മൾ പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടവർക്ക് പ്രോട്ടീൻ ഷേക്കും അടിച്ചു തരും. എന്തെങ്കിലും പരിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സും പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റും ഒക്കെ ഉണ്ട്. ഏട്ടൻ്റെ കാലിന് ചെറിയ പണി കിട്ടിയോണ്ട് അതൊക്കെ ചെക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-10:30 ആയപ്പോഴത്തേക്കും 21 കിലോമീറ്റേഴ്സിൻ്റെയും 10 കിലോമീറ്റേഴ്സിൻ്റെയും വിന്നേഴ്സിനെയൊക്കെ അവർ അനൗൺസ് ചെയ്തു. അവർക്ക് പ്രൈസും കൊടുക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ ഒരു പ്രോട്ടീൻ ഷേക്കൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്യുന്ന നേരത്തെ എനിക്ക് അവർ ഓടാൻ പോയ സ്ഥലമൊക്കെ കാണിച്ചു തന്നു. അതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇത്. കുന്നുമലയൊക്കെ കയറി ഇറങ്ങി കാലിൻ്റെ ഊപ്പാട് ഇളകിയെന്ന് ഏട്ടനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കുറച്ച് പേരുടെ കാലിലും മുള്ളും ചെടികളൊക്കെ കോറി മുറിയായത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർ ഓടാൻ പോയ വഴിയും ചുറ്റുവട്ടം നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ ഓട്ടവും ചാട്ടമൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവുകയാണ്. എനിക്ക് ഉറക്കക്ഷീണം ഉണ്ട് എന്നല്ലാതെ വേറൊരു കുഴപ്പമില്ല. ഏട്ടൻ അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. കാർ പാർക്കിങ്ങിലേക്ക് അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. മഞ്ഞൊക്കെ കംപ്ലീറ്റ് പോയിട്ട് നല്ല മുട്ടൻ വെയിലാണ്. ഏകദേശം കരിയാറായ പോലെ ആയിരുന്നു. വിറ്റമിൻ ഡി എന്തായാലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ പോണ വഴിയിൽ തന്നെ വൈൻയാർഡൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വട്ടം എനിക്ക് വൈൻയാർഡിലേക്ക് വരണമെന്നുണ്ട്. അവിടെ സൈഡിൽ ചില കടയുടെ മുന്നിലൊക്കെ മുന്തിരിയൊക്കെ വിൽക്കാൻ വെച്ചത് ഞാൻ കണ്ടു. കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത ശേഷം ഞങ്ങൾ വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനുമായിട്ട് A2Bയിൽ കയറി. എനിക്ക് ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു വട ഞാൻ കഴിച്ചുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. എങ്ങനെയും വീടെത്തിയിട്ടൊന്ന് ഉറങ്ങിയാൽ മതി എന്നായിരുന്നു എനിക്ക്. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് കാണാം. ബൈ.